ഭരണഘടന എന്നെ പഠിപ്പിച്ചത് വർഗീയ പൗരനാകാനല്ല, മറിച്ച് ഒരു മതേതര പൗരനാകാനാണ്. വർഗീയ ശക്തികൾക്കെതിരെ പോരാടുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ഇന്ന് സെപ്റ്റംബർ 5. 8 വർഷങ്ങൾക്ക് മുമ്പ് 2017 ഇതേ ദിവസം നമ്മുടെ ഇന്ത്യയിൽ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നു. സ്വന്തം വീടിന് മുന്നിൽ ചില അജ്ഞാതരുടെ വെടിയേറ്റ് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. അവരുടെ പേര് ഗൗരി ലങ്കേഷ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഗൗരി ലങ്കേഷ് എന്ന മാധ്യമപ്രവർത്തകയെ ഇല്ലാതാക്കിയതിന് പിന്നിൽ ആരുടെ ഗൂഢാലോചനയായിരുന്നു? സ്വന്തം വീടിന് മുന്നിൽ ജീവനറ്റ് വീണ ഗൗരി ഭരണകൂടത്തിന്റെ ശത്രുവായി മാറാൻ കാരണം എന്തായിരുന്നു? ഗൗരിയിലെ പ്രതിപക്ഷ ശബ്ദത്തെ വെടിയുണ്ടകൾ കൊണ്ട് ഇല്ലാതാക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ഉത്തരങ്ങൾ പറയാനുണ്ട്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും ഫിലിം മേക്കറും ഒക്കെ ആയിരുന്ന പാല്യ ലങ്കേഷിന്റെയും ഇന്ദിരാ ലങ്കേഷിന്റെയും മകളായി 1962 ജനുവരി 29 ജനിച്ച ഗൗരി ലങ്കേഷ് ചെറുപ്പം മുതലേ സാമൂഹിക വിഷയങ്ങളിലും മാധ്യമപ്രവർത്തനത്തിലും താല്പര്യം കാണിച്ചു. ബംഗളൂരുവിൽ ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെയായിരുന്നു മാധ്യമപ്രവർത്തകയായുള്ള ഗൗരി ലങ്കേഷിന്റെ തുടക്കം. പിന്നീട് സൺഡേ മാഗസിനിൽ 9 വർഷത്തോളം കറസ്പോണ്ടന്റായി ജോലി ചെയ്തു. 2000 അച്ഛൻ പാല്യ ലങ്കേഷിന്റെ മരണശേഷം അദ്ദേഹം തുടങ്ങിവെച്ച ലങ്കേഷ് പത്രിക എന്ന മാഗസിന്റെ നടത്തിപ്പിലേക്ക് ഗൗരി എത്തി. പരസ്യങ്ങൾ സ്വീകരിക്കാത്ത, വരിക്കാരിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു സ്വതന്ത്ര കന്നഡ മാഗസിനായിരുന്നു ലങ്കേഷ് പത്രിക. ജനങ്ങളുടെ ശബ്ദമായി നിന്ന് യാതൊരു രാഷ്ട്രീയ ചായ്വുമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ലങ്കേഷ് പത്രിക അന്ന് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായിരുന്നു. ഇത് ഏറെക്കാലം നടത്തിപ്പോന്നത് ഗൗരിയും സഹോദരൻ ഇന്ദ്രജിത്തും ചേർന്നായിരുന്നു. പിന്നീട് സഹോദരനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ലങ്കേഷ് പത്രികയിൽ നിന്നിറങ്ങിയ ഗൗരി ലങ്കേഷ് പത്രിക എന്ന പേരിൽ സ്വന്തമായ ഒരു കന്നഡ വീക്കിലി ആരംഭിച്ചു. രാജ്യത്തെ സാമൂഹിക വിഷയങ്ങളിൽ തുടർച്ചയായി ഉയർന്നു കേട്ട ശബ്ദമായിരുന്നു ഗൗരിയുടേത്. മാവോയിസ്റ്റ്, നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളോട് പലതലത്തിലും സഹാനുഭൂതി പുലർത്തിയ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയായിരുന്ന ഗൗരി മതതീവ്രവാദത്തിനെതിരെയും ആൾദൈവങ്ങൾക്കെതിരെയും ശക്തമായി നിലകൊണ്ടു. സംഘപരിവാർ ഉൾപ്പെടെയുള്ള മതതീവ്രവാദ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാടായിരുന്നു ഗൗരിക്ക്. ഭരണകൂടത്തിന്റെ ശത്രുവാകാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. ചിക്കമംഗളൂരിലെ ദത്തപീഠ മഠാധിപതിയായിരുന്ന രാഘവേശ്വര ഭാരതിക്കെതിരെ 2014 ഉയർന്നു വന്ന ലൈംഗികാരോപണ കേസിലും ഗൗരി ലങ്കേഷിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടപ്പോൾ, ദളിതുകളടക്കം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഇരകളായവർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ, സ്ത്രീകൾ അതിക്രമങ്ങൾക്ക് ഇരകളായപ്പോൾ എല്ലാം ഗൗരി അവർക്കൊപ്പം നിന്നു. എന്നാൽ ഗൗരിയുടെ മൂർച്ചയേറിയ ശബ്ദത്തെ ശത്രുക്കൾ നേരിട്ടത് പക്ഷേ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടായിരുന്നു. ഇതെല്ലാമാണ് 2017 സെപ്റ്റംബർ 5 ചൊവ്വാഴ്ചയിലെ ആ വൈകുന്നേരത്തിൽ കലാശിച്ചത്. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ഗൗരി. ഹെൽമറ്റ് ധരിച്ച അജ്ഞാതർ അവരെ ബൈക്കിൽ പിന്തുടർന്നെത്തി. വീട്ടിലേക്ക് ഓടിക്കയറിയ ഗൗരിയെ പിറകിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തി. തലയിലും നെഞ്ചിലും കഴുത്തിലുമായി മാത്രം 4 തവണ വെടിയേറ്റു എന്നായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ട്. അങ്ങനെ തന്റെ 55-ാം വയസ്സിൽ സ്വന്തം വീടിന് മുന്നിൽ ഗൗരി ചേതനയേറ്റ് വീണു. ആരാണ് ഗൗരിയെ കൊന്നത്? എന്തിനു കൊന്നു? ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു. തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ സംഘടനകളുടെ ഗൂഢാലോചനയാണ് ഗൗരിയുടെ മരണത്തിന് കാരണമെന്ന് അവരുടെ അഭിഭാഷകൻ തുറന്നടിച്ചു. ജനാധിപത്യത്തിന് മേലുള്ള കൊലപാതകം എന്നായിരുന്നു ഗൗരിയുടെ മരണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രതികരണം. ഐ ആം ഗൗരി എന്നെഴുതിയ പ്ലക്കാർഡുകളുമേന്തി രാജ്യം മുഴുവൻ ജനങ്ങൾ തെരുവിലിറങ്ങി. ബാംഗ്ലൂരും മുംബൈയും ഡൽഹിയും അടക്കം രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടു. ആക്ടിവിസ്റ്റുകളും വിദ്യാർത്ഥികളും അടക്കം 100 കണക്കിന് പേർ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ എത്രത്തോളം അരക്ഷിതമാണെന്ന് ഗൗരിയുടെ മരണം വിളിച്ചു പറഞ്ഞു. BJP ഭരണത്തിന് കീഴിലെ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നു. #ഗൗരി ലങ്കേഷ് മർഡർ ട്വിറ്ററിൽ വ്യാപകമായി പ്രചരിച്ചു. പക്ഷേ അപ്പോഴും ഗൗരിയുടെ കൊലപാതകികൾ പിടിയിലായില്ല. വിവരം നൽകുന്നവർക്ക് കർണാടക സർക്കാർ വൻതുക പാരിതോഷികം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും രൂപീകരിച്ചു. കേസിൽ ഹിന്ദു യുവസേന എന്ന സംഘടനയുടെ സ്ഥാപകൻ നവീൻ കുമാറിനെ 2018 ഫെബ്രുവരിയിൽ SIT അറസ്റ്റ് ചെയ്തു. പിന്നാലെ കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനായിരുന്ന അമോൽ കാലെ ഉൾപ്പെടെ 4 പേർ കൂടെ അറസ്റ്റിലായി. ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സനാതൻ സംസ്ഥ എന്ന ഹിന്ദുത്വ സംഘടനയിലെ പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ അമോൽ കാലെ. 34 പേരുകൾ അടങ്ങുന്ന ഒരു ഹിറ്റ് ലിസ്റ്റും അറസ്റ്റിലായ സമയത്ത് ഇയാളുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തങ്ങളുടെ ആശയത്തിനെതിരെ നിൽക്കുന്നവരെ ഇല്ലാതാക്കുക, ഇതായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. ഇടതുപക്ഷ പുരോഗമനവാദികളുടെയും ആക്ടിവിസ്റ്റുകളുടെയും പേരുകളായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നരേന്ദ്ര ദാബോൽക്കറുടെയും ഗോവിന്ദ് പൻസാരയുടെയും കൊലപാതകത്തിലും സംഘത്തിന് പങ്കുണ്ടെന്ന് SIT കണ്ടെത്തി. പക്ഷേ എല്ലാത്തിനും ഒടുവിൽ 2024 ഒക്ടോബർ 9 ഗൗരി ലങ്കേഷ് വധക്കേസിൽ 6 പ്രതികൾക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. 6 വർഷത്തെ ജയിൽവാസത്തിനിപ്പുറം ഒക്ടോബർ 11 അവർ ജയിൽ മോചിതരായി. സനാതന ധർമ്മ കി ജയ് എന്ന മുദ്രാവാക്യങ്ങളുമായി ഹിന്ദുത്വ സംഘടനകൾ അവരെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. വിമർശകർക്കെതിരായ ഭരണകൂട വേട്ടയുടെ രാജ്യത്തെ ആദ്യത്തെ ഇരയായിരുന്നില്ല പക്ഷേ ഗൗരി ലങ്കേഷ്. 2013 നരേന്ദ്ര ദാബോൽക്കർ, 2015 MM കൽബുർഗി, ഗോവിന്ദ് പൻസാരെ
ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട ആക്ടിവിസ്റ്റുകളുടെ ലിസ്റ്റിലേക്ക് 2017 ചേർക്കപ്പെട്ട പേരായിരുന്നു ഗൗരിയുടെ. ജീവിക്കുന്ന ഇരകളായി സഞ്ജീവ് ഭട്ട്, ഉമർ ഖാലിദ്, ഖഫീൽ ഖാൻ, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. ബജ്രംഗ് ദൾ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ട് പിന്നാലെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകളിൽ എത്തി നിൽക്കുന്നു ഇന്ന് ഈ ലിസ്റ്റ്. പ്രകാശ് രാജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്തിനാണ് അവർ ഗൗരിയെ കൊന്നത്? അവർക്ക് വേണമെങ്കിൽ പ്രശ്നം സംസാരിക്കാമായിരുന്നല്ലോ, ഒരു സംവാദമാകാമായിരുന്നല്ലോ. ചുറ്റുമുള്ള ജനങ്ങളാരും ഇനി ശബ്ദമുയർത്താൻ പാടില്ല. ഗൗരിയെ ഉന്നം വെച്ചതിലൂടെ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ശബ്ദം ഇല്ലാതാക്കിയാൽ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള മറ്റൊരു ശബ്ദം തീർച്ചയായും ഉയർന്നു വരും. അതെ, മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന പാർട്ടിയും നേതാക്കളും രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നിടത്തോളം ഇനിയും ഇവിടെ ഗൗരിമാരും കൽബുർഗിമാരും സഞ്ജീവ് ഭട്ടുമാരും ആവർത്തിച്ചേക്കാം. ലിസ്റ്റിന്റെ നീളം ഇനിയും കൂടിക്കൊണ്ടേയിരിക്കാം. പക്ഷെ അതിനിടയിലും മൂർച്ചയുള്ള പ്രതിപക്ഷ ശബ്ദങ്ങളും ഇവിടെ ഉയർന്നുകൊണ്ടേയിരിക്കും.